നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തും. പിതാവ് രാജനും സഹോദരി നിഖിതയും സഹോദരി ഭർത്താവ് അശോകനുമാണ് കോളേജിലെത്തുക. കേസിൽ പ്രിൻസിപ്പലിനെയും പ്രതി ചേർക്കണമെന്നാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട ശേഷം നിതിന്റെ പിതാവ് വ്യക്തമാക്കിയിരുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലോണാപ്പ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുക. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇന്നിപ്പോൾ ബന്ധുക്കൾ കോളേജിൽ എത്തുകയാണ്. അവർക്ക് മുന്നിൽ നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതിന് നീതി കിട്ടണം, സംശയമില്ല. ഈ അധ്യാപകരുടെ പങ്ക് കൂടുതൽ തെളിയണം. മറ്റാരെങ്കിലുമൊക്കെ ഇതിൽ ഇതിനെ അപമാനിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണം. ഏതായാലും കാര്യങ്ങൾ അവർ വളരെ പ്രാധാന്യത്തോടെ എടുത്തിട്ടുണ്ട്. ഇതിനോടുള്ള കോളേജ് അധികൃതരുടെ പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. അതായത് നിതിന്റെ മരണത്തിൽ കുറ്റക്കാരവരെ നിയമത്തിൽ കൊണ്ടുവരുന്നവരെ, അതായത് ഏതറ്റം വരെയും പോകുമെന്നാണ് ഇന്നലെ കുടുംബം പ്രതികരിച്ചത്. മറ്റൊരു വൈകാരിക തലമുള്ളത്, ഈ നിതിൻ മരിച്ചതിന് ശേഷം ആദ്യമായാണ് കുടുംബം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുന്നതെന്നാണ്. അതായത് ഇന്നലെ പ്രിൻസിപ്പലിനെതിരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനമാണ് ഇവർ ഉന്നയിച്ചത്. അതോടൊപ്പം മാനേജ്മെന്റിനെതിരെയും രൂക്ഷ വിമർശനം ഇന്നലെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇവരുടെ കോളേജ് സന്ദർശനം അത് ഏത് രീതിയിലായിരിക്കും എന്നത് ഏതായാലും വളരെ പ്രധാനമാണ്. ഈ നിതിൻ രാജ് മരിച്ചു കിടന്ന ആ സ്ഥലം, അവിടെ അവർ എത്തും. അതോടൊപ്പം സഹപാഠികളായി മറ്റു വിദ്യാർത്ഥികളൊക്കെ ഇവർ കുടുംബം കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 11 മണിയോടുകൂടിയാണ് കുടുംബം കോളേജിലെത്തുന്നത്. ഈ പ്രിൻസിപ്പളിന്റെ മുറിയിൽ വലിയ തോതിലുള്ള വിചാരണ നടന്നു എന്ന ഒരു ആരോപണം ഇന്നലെ ഇവർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ പ്രിൻസിപ്പളിനെ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കണമെന്ന പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രിൻസിപ്പളുമായി കൂടിക്കാഴ്ച ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഈ മുറി ഏറ്റവും അവസാനമായി നിതിൻ ഈ കോളേജ് അധികൃതരുമായി സംസാരിച്ചിരുന്ന ആ മുറി ഒരുപക്ഷെ അവിടെ കാണാൻ ഇവർ പോയേക്കാം. പക്ഷെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നീക്കമാണെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. അവർ ആ കാര്യത്തിൽ ഇതുവരെ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കുടുംബത്തെ കാണുമോ, ഈ കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. മാനേജ്മെന്റ് പ്രതിനിധികളെ കാണുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പിതാവ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിതാവ് രാജൻ, അതോടൊപ്പം സഹോദരിയായ നിഖിത, സഹോദരി ഭർത്താവ് അശോകൻ, ഇങ്ങനെ 3 പേരാണ് ഇന്നലെ കണ്ണൂരിലെത്തിയത്. കമ്മീഷണറെ അവർ കണ്ട് വിശദമായി സംസാരിച്ചിരുന്നു. ഈ കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അപ്പോഴും ഇതിൽ കേസിൽ കൂടുതൽ പേർ പ്രതികളായി ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് ഇങ്ങനൊരു മരണത്തിന് കാരണമായക്കാരായ കൂടുതൽ പേരുണ്ട്. അവർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നേരിൽ കണ്ടിവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഈ ഒരു ഇന്നത്തെ സന്ദർശനം, അത് നിതിൻ മരിച്ചിട്ട് 11ാമത്തെ ദിവസമാണ് ഇവർ എത്തുന്നത്. അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ മരിക്കുന്നത്. അതിനുശേഷം 11 ദിവസം കഴിഞ്ഞാണ് കുടുംബം ഇവിടെ എത്തുന്നത്. അപ്പോഴും ഇതിൽ കാര്യമായ പ്രതികളെയൊന്നും ഇതുവരെ പിടികൂടിയിട്ടില്ല. ആകെ പിടികൂടിയതാകട്ടെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേരെ മാത്രമാണ്. അത് നോയിഡയിൽ നിന്നാണ് അവരെ പിടികൂടിയത്. അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അപേക്ഷ ഇന്നലെ സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷയിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ ഈ 3 പേരെയും ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടേക്കാം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അധ്യാപകരായ റാം, അതോടൊപ്പം സംഗീത, അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ള ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ തലശ്ശേരി സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് എന്നതാണ്. ഇവരിപ്പോൾ ഒളിവിലാണ്. അതായത് 10 ദിവസത്തോളമായി. 10-ാം തീയതിയാണ് നിതിൻ മരിക്കുന്നത്. 11-ാം തീയതിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നത്. ഈ 10 ദിവസമായും പോലീസിന് ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇവർ ഈ റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ ആന്ധ്ര സ്വദേശിയാണ്. ഇയാൾ ആന്ധ്രയിൽ കടന്നതായാണ് പോലീസ് പറയുന്നത്. ആന്ധ്രയിലുള്ളതായി ഇവർക്ക് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംഗീത എന്ന് പറയുന്ന അധ്യാപക കേരളം വിട്ടതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ സന്ദർശനം അത് വൈകാരിക തലത്തിലുള്ളതായിരിക്കും. നിതിന്റെ അവസാന ഓർമ്മകൾ ഉള്ള ആ ഒരു കലാലയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കോളേജ് പരിസരത്ത് നിതിൻ അവസാനമായി സംസാരിച്ച പ്രിൻസിപ്പൽ മുറി, ഇവിടെയൊക്കെ ഇവർ ഒരു പക്ഷേ കണ്ടേക്കാം. കൂടുതൽ വിദ്യാർത്ഥികളുമായി സംസാരിച്ചേക്കാം. ഇതിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബം ഇന്നലെ വ്യക്തമാക്കിയത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ അധ്യാപകരുടെയൊക്കെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമടക്കം ലോണാപ്പ് ജീവനക്കാരെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതിലും ഒരു തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് ഇതിനു ശേഷം കടന്നേക്കാം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.